നല്ല മൂവിയാണ്, നല്ല മൂവിയാണ്. ഇഷ്ടപ്പെട്ട്. നല്ല സസ്പെൻസ് ത്രില്ലറാണ്, നല്ലൊരു സസ്പെൻസ് ത്രില്ലറാണ്. ഞാൻ റിവ്യൂ കണ്ടിട്ട് വന്നതാണ്. ഏതായാലും കണ്ണൂരേക്ക് പോകുന്നത്, അതിന് മുമ്പ് കാണാമെന്ന് വെച്ചിട്ട് പോകുന്നതാണ്. നല്ല ഫിലിമാണ്, നല്ല ആക്ടിംഗ് ആണ്. അടിപൊളി, നല്ല പടം, നല്ല ആസിഫൊക്കെ അടിപൊളിയാണ്. ഇൻട്രസ്റ്റിംഗ്, ത്രില്ലിംഗ് ആണ്, നല്ല. അനശ്വര അടിപൊളിയാണ്. അനശ്വര ഹോസ്റ്റലറിൽ ഉണ്ടായിരുന്ന അതേപോലൊരു ക്യാരക്ടറാണ്. ഞാൻ 10-ലൊരു 8.5 കൊടുക്കും. നല്ല ഒരു ഫീൽ ഗുഡ് ഫിലിമായിരുന്നു. നല്ല ത്രില്ലർ, നല്ല സസ്പെൻസ് ഒക്കെ ഉണ്ടായി. നല്ല അഭിനയമായിരുന്നു. 10-ൽ ഒരു 8. നല്ല മൂവി, ഇഷ്ടപ്പെട്ട. നല്ല ഡയറക്ഷൻ, എല്ലാം കൊള്ളാം. ആസിഫലി നല്ല ആക്ടിങ്, കൊള്ളാം. എല്ലാം കൂടി ടോട്ടൽ മസ്റ്റ് വാച്ച്. നല്ല പടം, സൂപ്പർ, നല്ല ഇഷ്ടപ്പെട്ടു. നല്ല സിനിമ. ആസിഫ് അലി ഒരു തിരിച്ചുവരവ് തന്നെയായിരുന്നു. എല്ലാം കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്നുള്ള രീതിയിൽ കൊള്ളാം. ഒരു ത്രില്ലറൊന്നും എക്സ്പെക്ട് ചെയ്യാതെ ഒരു ഡ്രാമയാണെന്നുള്ള രീതിയിൽ ഓക്കെയാണ്. പെർഫോമൻസും ബാക്കിയെല്ലാം നൈസാണ്. ആസിഫ് അലിയുടെ പോലീസ് സ്റ്റേഷൻ എപ്പോഴും പുള്ളി ചെയ്യുന്ന പോലെ അല്ല, ഡിഫറെൻ്റ് ആണ് എല്ലാം. ഓരോരോ ഇപ്പം ആസിഫ് അലി തിളങ്ങിക്കൊണ്ടിരിക്കുമല്ലോ, ആ രീതിയിൽ കൊള്ളാം, നന്നായിട്ടുണ്ട്. അങ്ങനെ അല്ല, ഒരു ഞാൻ പറഞ്ഞില്ലേ, ഒരു ത്രില്ലർ എന്നുള്ള രീതിയിൽ അങ്ങനെ എക്സ്പെക്ട് ചെയ്ത് വരാതെ ഒരു ഒരു ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി, ഒരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ വേർത്ത് വാച്ചാണ്. എനിക്കിഷ്ടപ്പെട്ടു പടം, കൊള്ളാം. ട്വിസ്റ്റ്, ക്ലൈമാക്സ് എല്ലാം അടിപൊളിയായിട്ട്. ആസിഫ് അലി അഭിനയം ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടുണ്ട്. എല്ലാം പറയാതിരിക്കാൻ വയ്യ, അടിപൊളി, കൊള്ളാം. നല്ല പടമാണ്, നല്ല മേക്കിംഗ് ആണ്. മമ്മൂട്ടി കുറച്ച് സ്പോയിലേഴ്സ് വരാൻ സാധ്യതയുള്ള പടമാണ്. പക്ഷേ എന്നാലും നല്ല മേക്കിങ്ങിലും ഗ്രിപ്പിംഗ് ആയിട്ട് ഇരുത്തുന്നുണ്ട്. എന്നാലും നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ഗംഭീര ഭാഗം ട്വിസ്റ്റ് അങ്ങനെയൊന്നുമല്ല. എന്നാലും കഥ പറച്ചിലെ രീതിയും ആ ഒരു മേക്കിങ്ങിലെ പുതുമയും കൊണ്ട് എന്തുകൊണ്ടും വ്യത്യസ്തമായിട്ടൊരു പടമാണ്. നല്ല അറ്റംപ്റ്റാണ്. നന്നായിട്ടുണ്ടായിരുന്നു. ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഒരു മൂവി ആയിരുന്നു. ഇതുവരെ കാണാത്ത ഒരു ടൈപ്പ് ഒരു മൂവി പോലെ തോന്നി. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. അതിൻ്റെ ഒരു മേക്കിങ്ങും നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യാത്തൊരു രീതിയിലുള്ള ചെയ്തൊരു മൂവി. നമ്മൾ കണ്ടിട്ടുണ്ട്, ബട്ട് എന്നാലും ഒരു 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 പക്ക ഒരു പോലീസ് ക്യാരക്ടർ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഒരു ഡ്രാമാറ്റിക് അല്ലാണ്ട് ഒരു നോർമൽ ഒരു പോലീസുകാരനെ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. കൊള്ളായിരുന്നു, നല്ല മൂവിയായിരുന്നു. ആസിഫ് അലി കൊള്ളാം. എല്ലാവരും മനോജ് കെ ജയൻ്റെ ഒരു എൻ്റെ ഒരു അപ്പിയറൻസ് ആയിട്ട് തോന്നി. കൊള്ളാം, നല്ല മൂവി. കാണേണ്ട പടം. പഴയ കാതോട് കാതോരും ഭരൻ സാറിൻ്റെ ലൈനിലേക്ക് എത്തും. ഓക്കെ, താങ്ക് യു. കൊള്ളാം, നല്ല പടം. നല്ല ആസിഫ് അലിയുടെ സമീപകാലത്തെ പടങ്ങൾ പോലെ തന്നെ വ്യത്യസ്തമാണ്, പക്ഷേ നല്ല പടങ്ങളാണ്. അനശ്വര നന്നായിട്ട് ചെയ്തു. എല്ലാവരും നല്ലൊരു പടമാണ്. അതെ, നല്ല പടമാണ്. മറ്റ് പടങ്ങളെ അപേക്ഷിച്ചിട്ട് നന്നായിട്ട് കണ്ടിരിക്കാൻ പറ്റും. നല്ലൊരു ഫാമിലി എൻ്റർടൈനർ. നല്ല മൂവി, എൻഗേജ്ഡ് ആയിരുന്നു. ക്ലൈമാക്സ് നന്നായിട്ടുണ്ടായിരുന്നു. ആസിഫ് അലി ഇപ്പം പോലീസ് വേഷം 2-3 വന്നിട്ടുണ്ടല്ലോ. അപ്പം വ്യത്യസ്തമായ അഭിനയമാണെന്ന് എനിക്ക് തോന്നിയില്ല, പക്ഷേ എലമെൻറ്റുകൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് ഫീൽ ചെയ്തില്ല, എന്നാലും കണ്ടിരിക്കാം. ഒരു 7. അടിപൊളി പടം, അടിപൊളി. അനശ്വരയൊക്കെ അടിപൊളി. ആസിഫ് അലി സൂപ്പർ. നല്ല സിനിമ, നല്ല സ്ക്രിപ്റ്റ് ആക്ച്വലി. പിന്നെ അതുപോലെ തന്നെ കാസ്റ്റിംഗ് നന്നായിട്ടുണ്ട്. നല്ല കാസ്റ്റിംഗ്, നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു. കണ്ടിട്ടൊരു നല്ല ഫിലിം ആയിട്ട് ഇറങ്ങിയൊരു ഫീലുണ്ട്. കൊള്ളാം, നല്ല പടം. നല്ല കഥയൊക്കെ കറക്റ്റ് എഴുതിയിരുന്നു. പൊളി, നല്ല അഭിനയമാണ്. കുറച്ച് നാളിന് ശേഷം കണ്ടതിൽ നല്ലൊരു ചിത്രമാണ്. ഒരുപാട് ഇതുപോലെ ഈ തെളിയിക്കപ്പെടാൻ കിടക്കുന്ന പല ഇൻവെസ്റ്റിഗേഷനും ഇതുപോലെ ആരെങ്കിലുമൊക്കെ എഫേർട്ട് എടുത്താൽ ഒരുപാട് നല്ല റിപ്പോർട്ട്സ് കിട്ടും. എന്തായാലും ആസിഫ് അലിയുടെ ഒരു ഇത് കൊള്ളാമെന്നുള്ള നല്ലൊരു ചിത്രമാണ്. കൊള്ളാം ബ്രോ, നല്ല സിനിമ, നല്ല ത്രില്ലർ പടം. നിങ്ങൾ പറ, സിനിമയിൽ വന്നാലോ നമ്മൾ. കൊള്ളാം, നല്ല സിനിമയായിരുന്നു. ആസിഫ് അലിയും കൊള്ളാം, എല്ലാവരും കൊള്ളാം. നല്ല ത്രില്ലർ പടമാണ്. നല്ല സൂപ്പർ സിനിമയായിരുന്നു, കൊള്ളായിരുന്നു. അനശ്വര രാജനൊക്കെ കൊള്ളായിരുന്നു. ആസിഫ് അലി സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും അടിപൊളിയായിരുന്നു. ജഗദീഷൊക്കെ എല്ലാവരും കൊള്ളാം. മനോജ് കെ ജയൻ അടിപൊളിയായിരുന്നു. നല്ല സിനിമ. ആസിഫ് അലിയൊക്കെ അടിപൊളി.